കണ്ണൂരിൽ സിപിഎമ്മിൽ അസംതൃപ്തരുടെ കൂട്ടായ്മ രൂപീകരിക്കാൻ നീക്കം. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും അട്ടിമറിക്ക് പിന്നാലെ കണ്ണൂർ സിപിഎമ്മിൽ അസംതൃപ്തരുടെ കൂട്ടായ്മ രൂപീകരിക്കാൻ നീക്കം. പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന നേതാക്കന്മാരെയും പ്രവർത്തകരെയും സംഘടിപ്പിക്കാനാണ് ശ്രമം. ടി.കെ. ഗോവിന്ദന്റെ നേതൃത്വത്തിലാണ് അണിയറ നീക്കം. പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ഇറങ്ങിവന്ന ടി.കെ. ഗോവിന്ദനും ജില്ലാ കമ്മിറ്റി അംഗം വി. കുഞ്ഞികൃഷ്ണനും തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയതാണ് സിപിഎമ്മിലെ അസംതൃപ്തരെ ഊർജ്ജസ്വലരാക്കിയിരിക്കുന്നത്. നേതൃത്വത്തിന്റെ തെറ്റായ ശൈലിയിൽ എതിർപ്പുള്ള പാർട്ടി അംഗങ്ങൾ തളിപ്പറമ്പിലും പയ്യന്നൂരിലും നേരിട്ട തിരിച്ചടിയിൽ സന്തുഷ്ടരാണ്. നേതൃത്വത്തെ ധിക്കരിച്ച് നിലപാട് പറയാനുള്ള ധൈര്യം അംഗങ്ങളിലും അണികളിലും ഉണ്ടായിട്ടുണ്ട്. കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ഇറങ്ങിവരാൻ ഇനിയും സിപിഎമ്മിലെ അണികൾ തയ്യാറാണെന്ന സൂചന ശക്തമാണ്. ഇതിന്റെ ഭാഗമായി ടി.കെ. ഗോവിന്ദന്റെ നേതൃത്വത്തിൽ കരുനീക്കം സജീവമാണ്. ചാലക്കുടി പാലം നാളെ മുതൽ വീണ്ടും അടച്ചിടും. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലമാണ് ബെയറിങ്ങുകൾ മാറ്റാൻ 20 ദിവസത്തേക്ക് അടച്ചിടുന്നത്. ഈ ദിവസങ്ങളിൽ സമാന്തരമായി കിഴക്ക് ഭാഗത്തുള്ള പാലത്തിലൂടെയായിരിക്കും ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം. ഇത് വലിയ ഗതാഗത കുരുക്കിന് വഴിവെക്കുമോ എന്ന ആശങ്കയുണ്ട്. പാലത്തിന്റെ സ്പാൻ ജാക്കി ലിവർ ഉപയോഗിച്ച് ഉയർത്തിയ ശേഷമാണ് പുതിയ ബെയറിംഗ് ഘടിപ്പിക്കുക. 7 സ്പാനുകളായി 42 ബെയറിങ്ങുകളാണ് മാറ്റുക. ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡാണ് ചുമതല. KPCC ആസ്ഥാനത്തിന് മുന്നിലെ KC വേണുഗോപാലിന്റെ ഫ്ലെക്സ് ബോർഡിൽ കരിയോയിൽ പ്രയോഗം. ഇന്നലെ രാത്രിയാണ് ഫ്ലെക്സ് ബോർഡിൽ കരിയോയിൽ ഒഴിച്ചത്. KPCCയുടെ പ്രധാന കവാടത്തിന് മുന്നിലാണ് വി വാണ്ട് KCV വാം വെൽക്കം ലീഡർ എന്ന ഫ്ലെക്സ് അനുകൂലികൾ സ്ഥാപിച്ചത്. പിന്നീട് KPCCയിലെ അധികൃതർ എത്തി കരിയോയിൽ ഒഴിച്ച ബോർഡ് അകത്തേക്ക് മാറ്റുകയായിരുന്നു. പോലീസിന്റെ കാവലുണ്ടായിരുന്ന സ്ഥലത്താണ് സംഭവം നടന്നത്. പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ല. കോൺഗ്രസിലെ പോസ്റ്റർ യുദ്ധത്തിനും ഫ്ലെക്സ് യുദ്ധത്തിനു ശേഷം തെരുവിൽ പ്രതിഷേധം നടത്താൻ ഒരുങ്ങുകയാണ് പ്രവർത്തകർ. തിരുവനന്തപുരം ഉൾപ്പെടെ പല ഭാഗങ്ങളിലും ഇന്നും വി.ഡി. സതീശൻ അനുകൂല പ്രകടനം നടത്തുമെന്ന് അനുകൂലികൾ വ്യക്തമാക്കി. വിജയുടെ ടി.വി.കെ ഇനി കേരളത്തിലും. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് പിന്നാലെ വിജയാധ്യക്ഷനായ തമിഴക വെട്രി കഴകം പാർട്ടി കേരളത്തിലേക്കും. വയനാട് ജില്ലയിൽ തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന വെങ്ങപ്പള്ളിയിലാണ് പാർട്ടിയുടെ ആദ്യ യൂണിറ്റ് രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. കൽപ്പറ്റ നഗരത്തിനടുത്തുള്ള വെങ്ങപ്പള്ളിയിലെ ഒരു കൂട്ടം യുവാക്കളാണ് ഇതിനു പിന്നിൽ. മൈ ടി.വി.കെ എന്ന ആപ്പ് വഴി യൂണിറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷ സമർപ്പിച്ചു. സഫാൻ ഖലീലിന്റെ നേതൃത്വത്തിലുള്ള 20 അംഗ യുവാക്കളുടെ സംഘമാണ് വെങ്ങപ്പള്ളിയിൽ യൂണിറ്റ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. നാളെ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പ് ഉള്ളത്.